ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ പാസീവ് വാചകം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മലയാളത്തിൽ നമ്മൾ പറയുന്ന അവനെ സഹായിച്ചു, അവനെ സഹായിക്കണം, അവനെ സഹായിക്കും, ഇങ്ങനെയുള്ള വാചകങ്ങൾ പാസീവ് വാചകങ്ങളാണ്. മലയാളത്തിന്റെ മറ്റൊരു പ്രത്യേകത, ചില വെർബ്സ് ക്രിയകള് രണ്ട് രീതിയിൽ ഒരേ അർത്ഥത്തില് പാസീവായിട്ട് പറയും. ഉദാഹരണമായി അവനെ രക്ഷിക്കും, അത് തന്നെ അവൻ രക്ഷിക്കപ്പെടും. രണ്ട് രീതിയിൽ പറയാം, രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ രീതിയിൽ അവൻ രക്ഷിക്കപ്പെടും, അവൻ ശിക്ഷിക്കപ്പെടും, അവൻ പീഡിപ്പിക്കപ്പെടും, അവൻ കൊല്ലപ്പെടും, ഈ രീതിയിൽ പറയുന്ന രണ്ട് രീതിയിൽ പറയുന്ന വെർബ്സ് കുറവാണ്. കൂടുതലും നമ്മൾ പറയുന്നത് അവനെ ശിക്ഷിക്കും, അവനെ രക്ഷിക്കും, അവനെ കൊണ്ടുവരും, അവനെ കാണും, അവനെ പഠിപ്പിക്കും, അവനെ സഹായിക്കും. ഇതെല്ലാം പാസീവ് വാചകങ്ങളാണ്. മറ്റൊരു കാര്യം മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, എല്ലാ വെർബ്സിനും എല്ലാ ക്രിയകൾക്കും പാസീവ് ഇല്ല. ഉദാഹരണമായി അവൻ ചാടും, അവനെ ചാടും എന്ന് നമ്മൾ പറയില്ല. എന്നാൽ അവൻ കാണും, അവനെ കാണും, അവൻ സഹായിക്കും, അവനെ സഹായിക്കും, ഇങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് എല്ലാ വെർബ്സിനും ക്രിയകൾക്കും പാസീവ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇംഗ്ലീഷിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ പാസീവ് വാചകങ്ങൾക്ക് സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് ചൂസ് എന്ന വെർബാണ്. ചൂസ്, ചോസ്, ചോസൺ. നേരത്തെ പഠിച്ചപ്പോഴോ റൈറ്റ്, റോട്ട്, റിട്ടൺ ആയിരുന്നു എടുത്തത്. ഇവിടെ നമ്മൾ ചൂസ്, ചോസ്, ചോസൺ ആ വെർബാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കണ്ട. ഓക്കെ, നമ്മൾ മുൻപ് ഇത് കണ്ടിട്ടുണ്ട്. അവൻ വരും, അവൻ എഴുതും, ഞാൻ എഴുതും, അവർ എഴുതും, അവർ കാണും, ഇങ്ങനെ പറയുന്ന വാചകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വാചകങ്ങളിലെ പാസീവ് ആണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ കാണുന്നത്. ഇതിന്റെ പാസീവ് വാചകം ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ് വയ്ക്കും, അതിന്റെ കൂടെ വിൽ ബി വയ്ക്കും, ഷാൽ ബിയും വയ്ക്കാം. നമ്മൾ വിൽ ബി വെച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഈ ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കും. ഇങ്ങനെയാണ് ഈ പാസീവ് വാചകം ഉണ്ടാക്കുന്നത്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് എഴുതിയിട്ടുള്ളത്. ഇതൊന്നും കാണാതെ പഠിക്കണ്ട, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇവിടെ സിംഗുലറും പ്ലൂറലും ഒരേപോലെ തന്നെ ഉപയോഗിക്കും, വിൽ ബി തന്നെയാണ് ഉപയോഗിക്കുക. ഇതിന്റെ പാസീവ് എന്ന് പറയുന്നത് അവനെ കാണും, അവനെ സഹായിക്കും, അവനെ കൊണ്ടുവരും, ഇങ്ങനെ പറയുന്ന വാചകങ്ങളാണ് ഇതിന്റെ പാസീവ്. ഓക്കെ, നമുക്ക് വാചകം കാണാം. ഹി വിൽ ബി ചോസൺ, ഹി വിൽ ബി ചോസൺ, അവനെ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുക്കപ്പെടും. ആ രീതിയിൽ പറയാം. കൂടുതൽ നമ്മൾ പറയുന്നത് അവനെ തിരഞ്ഞെടുക്കും. നേരത്തെ കണ്ടത് ഹി വിൽ ചൂസ്, ഈ ഫോം ബേസ് ഫോം ആണ് അന്ന് ഉപയോഗിച്ചത്. അവൻ തിരഞ്ഞെടുക്കും, ഇത് അവനെ തിരഞ്ഞെടുക്കും. ഹി വിൽ ബി ചോസൺ, ഈ ഫോം ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ വാചകങ്ങൾ നോക്കാം. ഐ വിൽ ബി ചോസൺ, ഐ വിൽ ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കും. നേരത്തെ കണ്ടത് ഐ വിൽ ചൂസ്, ഞാൻ തിരഞ്ഞെടുക്കും. ഐ വിൽ ബി സെൻഡ്, എന്നെ അയക്കും. മുൻപ് കണ്ടത് ഐ വിൽ സെൻഡ്, ഞാൻ അയക്കും, ഇത് എന്നെ അയക്കും. ഓക്കെ, ഐ വിൽ ബി ടോട്ട്, എന്നെ പഠിപ്പിക്കും. മുൻപ് കണ്ടത് ഐ വിൽ ടീച്ച്, ഞാൻ പഠിപ്പിക്കും, ഈ ഫോമാണ് ഐ വിൽ ടീച്ച്. ഐ വിൽ ബി ഹെൽപ്, ഐ വിൽ ബി ഹെൽപ്, എന്നെ സഹായിക്കും. മുൻപ് കണ്ടത് ഐ വിൽ ഹെൽപ്, ഞാൻ സഹായിക്കും. ഐ വിൽ ബി ടോൾഡ്, എന്നോട് പറയും. ഇതങ്ങനെയാണ് മലയാളത്തിൽ പറയുക. മുൻപ് കണ്ടത് ഐ വിൽ ടെൽ, ഐ വിൽ ടെൽ, ഈ ഫോം ഞാൻ പറയും. ഓക്കെ, ഐ വിൽ ബി ആസ്ക്ഡ്, ഇതും ശ്രദ്ധിക്കുക. ഐ വിൽ ബി ആസ്ക്ഡ്, എന്നോട് ചോദിക്കും, അല്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെടും. ആസ്കിന് അർത്ഥം കൂടിയുണ്ട്, ആവശ്യപ്പെടുക. ഐ വിൽ ബി ആസ്ക്ഡ്. മുൻപ് കണ്ടത് ഐ വിൽ ആസ്ക്, ഞാൻ ചോദിക്കും. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ. എല്ലാം ഒരുപോലെ തന്നെയാണ്. ഹി വെച്ച് നോക്കാം. ഹി വിൽ ബി ചോസൺ, അവനെ തിരഞ്ഞെടുക്കും. മുൻപ് കണ്ടത് ഹി വിൽ ചൂസ്, അവൻ തിരഞ്ഞെടുക്കും. ഹി വിൽ ബി സെൻഡ്, അവനെ അയക്കും, അല്ലെങ്കിൽ അയാളെ അയക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ അയക്കും. മുൻപ് കണ്ടത് ഹി വിൽ സെൻഡ്, ACND, ഈ ഫോമാണ്. അവനൊരു ലെറ്റർ അയക്കും. ഹി വിൽ സെൻഡ് എ ലെറ്റർ.
നമ്മളത് നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഷീ അതേപോലെ തന്നെയാണ്. അടുത്തത് ദേ, അവർ, ഇവർ, അല്ലെങ്കിൽ അവ, ഇവ, ഈ രീതിയിൽ പറയാം. they will be chosen, അവരെ തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ അവയെ തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ അവ തെരഞ്ഞെടുക്കും, ഈ രീതിയിൽ പറയാം. നേരത്തെ കണ്ടത് they will choose, അവർ തെരഞ്ഞെടുക്കും. ഓക്കെ. they will be sent, അവരെ അയക്കും. മുൻപ് കണ്ടത് they will send, അവർ അയക്കും. ഈ ഫോമ. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. മറ്റൊന്ന്, പുസ്തകങ്ങൾ കൊണ്ടുവരും, പുസ്തകങ്ങൾ കൊണ്ടുവരും. എങ്ങനെ പറയും? അത് പാസീവിലെ പറയണം. പുസ്തകം തനിയെ വരില്ല, ആരെങ്കിലും കൊണ്ടുവരണം, ഇല്ലേ? അതുകൊണ്ട് പാസീവ് വാചകമായിട്ടേ പറയാൻ പറ്റൂ. ബുക്സ് വിൽ ബി ബ്രോട്ട്, ബുക്സ് വിൽ ബി ബ്രോട്ട്. പുസ്തകങ്ങളെ കൊണ്ടുവരുമെന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ല, പുസ്തകങ്ങൾ കൊണ്ടുവരും. പാസീവ് വാചകം അത്. ബുക്സ് വിൽ ബി ബ്രോട്ട്, ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്, ആ ഫോമ. ഓക്കെ. ഞാൻ പുസ്തകങ്ങൾ കൊണ്ടുവരും, എങ്ങനെ പറയും? ഐ വിൽ ബ്രിങ് ബുക്സ്, ഐ വിൽ ബ്രിങ് ബുക്സ്. അതിതാ, പുസ്തകങ്ങൾ കൊണ്ടുവരും, ആരോ കൊണ്ടുവരികയാണ്, അപ്പോൾ പാസീവ് പറയണം. ബുക്സ് വിൽ ബി ബ്രോട്ട്. ഒരു ആനയെ കൊണ്ടുവരും, എങ്ങനെ പറയും? അത് പാസീവാ. ആൻ എലഫന്റ് വിൽ ബി ബ്രോട്ട്, ആൻ എലഫന്റ് വിൽ ബി ബ്രോട്ട്. ഒരു ആനയെ കൊണ്ടുവരും. ഈ പാസീവ് നമ്മൾ മനസ്സിലാക്കണം. ആ വീട് വിൽക്കും, എങ്ങനെ പറയും? ദാറ്റ് ഹൗസ് വിൽ ബി സോൾഡ്. അത് പാസീവാ, ആര് വിൽക്കുകയാണ്. ദാറ്റ് ഹൗസ് വിൽ ബി സോൾഡ്. ആ വീട് വിൽക്കപ്പെടും, അല്ലെങ്കിൽ ആ വീട് വിൽക്കും. ആ വീടിനെ വിൽക്കുമെന്ന് നമ്മൾ പറയാറില്ല. ഞാൻ ആ വീട് വിൽക്കും, ഐ വിൽ സെൽ ദാറ്റ് ഹൗസ്. അതിതാ, ഈ ഐ വിൽ സെൽ ദാറ്റ് ഹൗസ് അത് നേരത്തെ പഠിച്ചത്. ഇത് ആ വീട് വിൽക്കും, ദാറ്റ് ഹൗസ് വിൽ ബി സോൾഡ്. ഈ മരം മുറിക്കും, എങ്ങനെ പറയും? ദിസ് ട്രീ വിൽ ബി കട്ട്, ദിസ് ട്രീ വിൽ ബി കട്ട്. മരം സ്വയം മുറിക്കില്ല, ആരെങ്കിലും മുറിക്കണം. മരത്തെ മുറിക്കും എന്ന് നമ്മൾ പറയാറില്ല. ഈ മരം മുറിക്കും, അത് പാസീവാ. ദിസ് ട്രീ വിൽ ബി കട്ട്. അവ കൊണ്ടുവരും, പുസ്തകങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളായിരിക്കാം. അവ കൊണ്ടുവരും, എങ്ങനെ പറയും? they will be brought, they will be brought. അവ വിൽക്കും, they will be sold. ഓക്കെ. ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ വാചകം നോക്കാം. he will be told to study well, he will be told. എന്താ അതിന്റെ അർത്ഥം? അവനോട് പറയും. എന്ത്? to study well, നന്നായി പഠിക്കുവാൻ. നന്നായി പഠിക്കുവാൻ അവനോട് പറയും. he will be told to study well. ഈക്ക് പകരം ഇതെല്ലാം വയ്ക്കാം. ഓക്കെ, ഒരേപോലെ തന്നെയാണ്. he will be asked to study well, നന്നായിട്ട് പഠിക്കുവാൻ അവനോട് ആവശ്യപ്പെടും. he will be asked to study well. നന്നായി പഠിക്കുവാൻ അവനോട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ അവനോട് നന്നായി പഠിക്കുവാൻ ആവശ്യപ്പെടും. മലയാളത്തില് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടാം വാക്കുകൾ. ഓക്കെ. ഈ ക്ലാസ്സിലെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് വിളിക്കുന്നതിന്റെ പാസീവ് വാചകമാണ് കണ്ടത്. ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട, പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്. ഇതൊന്നും കാണാപ്പാഠം പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ. ആദ്യത്തെ വാചകം കണ്ടു, അവനെ തെരഞ്ഞെടുക്കും, he will be chosen. പ്രധാനപ്പെട്ട കാര്യം പാസീവ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ പ്രാക്ടീസ് ചെയ്യുക. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ വളരെ നന്നായിരിക്കും, ബോറടിക്കില്ല. തെറ്റുവന്ന് തിരുത്താനും പറ്റും. ആദ്യം മലയാളം പറയണം ഒരാള്, അതിന്റെ ഇംഗ്ലീഷാണ് മറ്റേയാൾ പറയേണ്ടത്. ഇവിടെ നമ്മൾ നേരെ തിരിച്ചാ ചെയ്യുന്നത്. ഇംഗ്ലീഷ് ആദ്യം പറഞ്ഞ് അതിന്റെ മലയാളം പറയുന്നത്. പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം മലയാളം പിന്നെ ഇംഗ്ലീഷ്, അങ്ങനെ ആയിരിക്കണം. ഇനി വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും കുറച്ച് വെബ്സ് പഠിക്കുക, പുതിയ വെബ്സ് പഠിക്കുക. അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥോച്ചാരണമൊക്കെ പഠിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകള്, സംഭാഷണമൊക്കെ നെറ്റിലുണ്ട്. അതൊക്കെ എടുത്ത് വായിച്ചൊക്കെ നോക്ക്. പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ളവ റിവൈസ് ചെയ്യാനൊക്കെ സാധിക്കും. നമുക്ക് വളരെ ഭംഗിയായിട്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്.
അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ രണ്ടാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമ്മൾ ഇന്ന് കാണുന്ന വെർബിൽ ആദ്യം കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന്റെ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെയാണ്. എന്നാൽ പ്രസന്റ് ഫോം വ്യത്യാസമുണ്ട്. നമ്മള് 3 ഫോംസേ പഠിക്കുകയുള്ളൂ. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കുന്ന, അർത്ഥം വ്യത്യാസം ഉണ്ടെങ്കിലും സ്പെല്ലിംഗ്, ഉച്ചാരണം ഒന്ന് തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുക. ഞാൻ വായിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കണേ: ബ്രിങ്, ബ്രോഡ്, ബ്രോഡ്; ബൈ, ബോട്ട്, ബോട്ട്; ക്യാച്ച്, കോട്ട്, കോട്ട്; ടീച്ച്, ടോട്ട്, ടോട്ട്; തിങ്ക്, തോട്ട്, തോട്ട്; ഫൈറ്റ്, ഫോട്ട്, ഫോട്ട്; സീക്ക്, സോട്ട്, സോട്ട്. ഇനി പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്ത് കിട്ടുന്ന പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉള്ള വെർബ്സ് ആണ്. നമുക്ക് വായിക്കാം: പുൾ, പുൾ, പുൾഡ്;
advice, advised, advised, agree, agreed, agreed, answer, answered, answered, bless, blessed, blessed, boil, boiled എന്നാണ് past form ed എന്ന് ചേർക്കണേ. boiled, challenge, challenged, challenged, collect, collected, collected, correct, corrected, corrected, count, counted, counted, decide, decided, decided, destroy, destroyed, destroyed, doubt, doubted, doubted, enjoy, enjoyed, enjoyed, hope, hoped, hoped, hunt, hunted, hunted, follow, followed, followed, guess, guessed, guessed, imitate, imitated, imitated, invite, invited, invited, move, moved, moved, pluck, plucked, plucked. ഈ വെർബുകൾ പഠിക്കണം, അർത്ഥം നിങ്ങൾ പഠിക്കണം, ഉച്ചാരണവും ആവർത്തിച്ച് അത് ഉറപ്പിക്കണം.